ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അദ്ദേഹം ചെയ്തത് സത്യത്തിലൊരു വലിയ പ്രവൃത്തിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു ഇടത് സഹയാത്രികനായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ സിസ്റ്റത്തിലെ പിഴവ് എന്നാണല്ലോ ആരോഗ്യമന്ത്രി പറഞ്ഞത്. ആ സിസ്റ്റത്തിലെ പിഴവ് സഹിക്കിട്ട് പൊറുതിമുട്ടി ഇതൊക്കെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെയ്തോട്ടെ, എനിക്കത് പ്രശ്നമല്ല, പക്ഷേ ഇത് ഇനി സഹിച്ച് മുന്നോട്ട് പോകാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സിസ്റ്റത്തിലെ പിഴവ് എന്നുള്ളത് കൊണ്ട് മാത്രം, ആ ഒരു പറച്ചിലിൽ മാത്രമേ ഇതൊക്കെ ഒതുക്കി നിർത്താൻ പറ്റൂ. ഈ കാലാകാലങ്ങളായിട്ട് ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെയാണ് ഒടുവിൽ ഗതി കേട്ടിട്ട് വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് സിസ്റ്റത്തിലെ പിഴവാണെന്ന്. ഇതിന് ഫണ്ടൊന്നും അനുവദിക്കുന്നില്ല. ഈ ആരോഗ്യ മേഖലയ്ക്ക് യാതൊരു തരത്തിലുള്ള ഫണ്ടൊന്നും അനുവദിക്കുന്നില്ലേ? അല്ല, നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഈ ബഡ്ജറ്റ് അവതരണത്തിലെ ആരാണോ നിയുക്തനാക്കപ്പെട്ടിട്ടുള്ള ധനകാര്യമന്ത്രി ഇങ്ങനെ ആശുപത്രി വികസനത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അല്ലെങ്കിൽ എല്ലാം കൂടെ ഇത്ര കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ട് പറയും. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിടുന്ന സാധനമാണ്. ഈ പറയുന്ന രീതിയിൽ ഒന്നും തന്നെ അതിൽ ഉണ്ടാകണമെന്നില്ല. 400 കോടി ഇതൊക്കെ കഴിയുമ്പോഴേ, സഭയൊക്കെ കഴിയുമ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോൾ പറയുമല്ലോ ആരോഗ്യ മേഖലയ്ക്ക് ഇത്ര കോടി. അതായത് ഈ നിയമസഭ നടക്കുമ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് ജനത്തിന് അറിയിക്കാനുള്ളത്, വരുന്ന ഒരു വർഷത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയും 400 കോടി രൂപ ഞങ്ങളുടെ ആശുപത്രി വികസനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ ആശുപത്രി വികസനത്തിന് 400 കോടി മാറ്റിവെച്ചിരിക്കുന്നു. അതിൽ തന്നെ പ്ലാൻ ബിയിൽ അങ്ങനെ ഉണ്ടാകും, പ്ലാൻ സിയിൽ ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ചുരുക്കത്തിൽ നമ്മളെ കണ്ണി പൊടിയിടാനാണ്. ഇതൊന്നും തന്നെ ഈ പറയുന്ന ബഡ്ജറ്റൊന്നും വർഷം അവസാനം ഒരു ഫിനാൻഷ്യൽ ഇയർ മാർച്ച് ടു മാർച്ച് ആണല്ലോ. അപ്പോൾ മാർച്ച് ടു മാർച്ചൊക്കെ എത്താറാകുമ്പോൾ ഇതിലൊന്നും തന്നെ ചിലപ്പോൾ ഇവർക്ക് കൊടുക്കാൻ കാണില്ല. ഇങ്ങനെ കൊടുക്കാൻ കാണാതെ വരുമ്പോൾ 400 പ്രഖ്യാപിച്ച സ്ഥലത്ത് 200 ചില്ലുവനം കോടിയോ ചിലപ്പോൾ ഒരു 100 കോടിയോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഓരോ മെഡിക്കൽ കോളേജുകൾക്കും അവർ ഒരു ഈ പറയുന്ന ഒരു സംരക്ഷണ സമിതിയെ കൂടെ അവർ നിയമിക്കും, ആശുപത്രി സംരക്ഷണ സമിതിയെ കൂടെ. അപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഈ ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് പറയണം. 1984 അദ്ദേഹം ഒരു വൃക്ക രോഗിയായിട്ടാണ് അവിടെ ഈ ഹോസ്പിറ്റലിൽ എത്തിയത്. ഒരു വൃക്ക രോഗിയായി എത്തിയ അദ്ദേഹം ഈ ആശുപത്രിയുടെ കെടുകാരി അവസ്ഥ, 84 എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നല്ല ചെറുപ്പകാലമാണ്. ഇപ്പോൾ അദ്ദേഹം പെൻഷൻ ആവാറായി. ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു വിശാല മനസ്സാണ് നമ്മളിവിടെ പറയേണ്ടത്. ഈ മനുഷ്യൻ കാണുന്നത് ഈ ആശുപത്രിയുടെ അന്ന് മുതലുള്ള കെടുകാര്യസ്ഥതയാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഞാൻ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കാര്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫാദറിൻ്റെ മരണം, എൻ്റെ ബ്രദറിൻ്റെ മരണം, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട്, അമ്മയുടെ ചികിത്സ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ 84 ഇദ്ദേഹം ചെല്ലുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ആശുപത്രി ചെല്ലുന്ന സമയത്ത് ഉണ്ടായിരുന്ന കെടുകാര്യസ്ഥത. അദ്ദേഹം ഒരു വൃക്ക രോഗിയായിട്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. ഈ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് അന്ന് കണ്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം അന്ന് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്, 84 അന്ന് പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സയൊക്കെ കഴിയുന്നു, വൃക്കരോഗം എല്ലാ പ്രശ്നങ്ങളൊക്കെ കഴിയുന്നു, അദ്ദേഹം മാറുന്നു. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഡോക്ടറായിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ എൻ്റെ ഈ ആശുപത്രി ഞാൻ സേവനം ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് ആശുപത്രി എക്വിപ്മെൻറ്റ്സിനൊക്കെ നമ്മൾ രോഗികൾ, ഇപ്പോൾ പണ്ട് 3 ലക്ഷം രോഗികളാണ് വന്നിരുന്നെങ്കിൽ ഇന്ന് 6 ലക്ഷം രോഗികളാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വരുന്നത്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് വെറും ഒരു ആശുപത്രിയല്ല, പഠിക്കുന്നുണ്ട് കുട്ടികൾ അവിടെ, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ 3.5 ലക്ഷം രോഗികളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അന്ന് 442 ഡോക്ടേഴ്സാണ്. ഇന്ന് വരുന്ന രോഗികളുടെ എണ്ണം 6 ലക്ഷത്തിലധികമാണ്. അപ്പോഴും ഡോക്ടേഴ്സിൻ്റെ എണ്ണം എത്ര? ഇതിൽ പലരും പ്രൊഫസർമാരുമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഈ ആശുപത്രിക്ക് ഈ പറയുന്ന രീതിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രി സംരക്ഷണ സമിതിയുണ്ട്. ഈ ആശുപത്രി സംരക്ഷണ സമിതിയുടെ അതിനകത്തുള്ള ഭാരവാഹികളാരാണ്? ആശുപത്രി സംരക്ഷണ സമിതി എല്ലായിടത്തും ഇല്ലേ? മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മാത്രമല്ല, എല്ലാ ആശുപത്രികളിലും ഉണ്ട്. കാലാകാലങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ് ഈ ആശുപത്രി സംരക്ഷണ സമിതിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ അടുപ്പിച്ച് 2 തവണയായി CPM ഭരണത്തിൽ വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളൊക്കെയാണ്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ ഒക്കെയാണ് ഇതിനകത്ത് കമ്മിറ്റി വരുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാനിത് ഇങ്ങനെ രോഗികൾക്ക് ഈ പറയുന്ന രീതിയിൽ ചികിത്സ നടത്തുന്നതിനായിട്ട് എക്യുപ്മെൻറ്റ്സ് വേണം, എക്യുപ്മെൻറ്റ്സ് വെറുതെ കിട്ടിയാൽ പോലെ അതിങ്ങനെ കാലാകാലങ്ങൾ കഴിയുമ്പോൾ അതിനകത്തുള്ള പാർട്സുകളൊക്കെ മാറ്റേണ്ടി വരും. ഇതൊക്കെ രോഗികളിൽ വരുന്നവരിൽ നിന്ന്
കൂട്ടുകിടപ്പുകാർ വരുന്നവർ രോഗികളുടെ ആൾക്കാരിൽ നിന്ന് കാശ് പിരിച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളതെന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഈ ആശുപത്രി സംരക്ഷണ സമിതിക്ക് എന്താണ് ജോലി എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ സംരക്ഷണ സമിതിയിലെ ഒരു വ്യക്തിയുടെ പേര് പറയും. എനിക്ക് ആ പേര് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഭരണത്തിലിരിക്കുന്ന പാർട്ടി, ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരൻ, എനിക്കിവരെയൊക്കെ വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാനിത് പറയുന്നില്ല. ഇവരൊക്കെ പാർട്ടിയുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ഏരിയയിലെ കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വാർഡിൻ്റെ കൗൺസിലർമാരും ഒക്കെ തന്നെ ഏതാണ്ട് ഒരു 5-6 പേരൊക്കെ തന്നെ ഇതിനകത്ത് അംഗങ്ങളാണ് CPMൻ്റെ. ഇതിൽ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ പറഞ്ഞു, ഞാൻ പ്രസ്തുത സാറിനോട് ഈ കാര്യം സംസാരിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ വ്യക്തിയെക്കുറിച്ച് പേര് പറഞ്ഞില്ലെങ്കിലും പറയേണ്ടി വരും. കാര്യം ഈ വ്യക്തിയുടെ അനുജൻ കഴിഞ്ഞ ഏതാണ്ട് 2 ടേമിൽ 8 വർഷമായി താൽക്കാലിക ജീവനക്കാരനെ ലിഫ്റ്റ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ തന്നെ പലതിലും പറഞ്ഞു PSCയുടെ ഒഴിവുകൾ അവിടെ വരുന്നതിൽ ഈ വരുന്ന ഒഴിവുകളിലൊന്നും തന്നെ CPM നികത്താറില്ല, ഈ സർക്കാർ നികത്താറില്ല. ഈ പ്രസ്തുത വ്യക്തി നല്ല രീതിയിൽ കൈമണി വാങ്ങിച്ചുകൊണ്ട് നിരവധി പേരെ താൽക്കാലിക ജീവനക്കാരായിട്ട് ഈ 2 ടേമിലായിട്ട് അവിടെ ജോലിക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ എന്തിനു പറയുന്നു, ഇത് ഈ തരത്തിൽ മാത്രമല്ലാതെ തന്നെ ആശുപത്രിയുടെ ക്യാൻറ്റീൻ കാര്യങ്ങൾ വരെ ഈ പറയുന്ന ഈ വ്യക്തിയാണ് കൈവശം വെച്ചേക്കുന്നത്. നമ്മുടെ കോർപ്പറേഷൻ്റെ മാൻ ഹോളിൻ്റെ മേളിലാണ് അവിടുത്തെ ക്യാൻറ്റീൻ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ നിരവധി പിടിപ്പുകേടുകളുടെ ഒരു ഉത്സവ മേളമാണ് ഈ പറയുന്ന വ്യക്തികൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന വ്യക്തികളുടെ പേര് പറയാൻ നമുക്ക് തന്നെ ചളുപ്പാണ്. അതുകൊണ്ടാണ് പേര് പറയാത്തത്. കാര്യം ഇത്രയും വലിയ പാർട്ടിയുടെ ഇങ്ങനെ ഒരാളിനെ അവിടെ ഇതിൽ വെച്ചിരിക്കുന്നത് പാർട്ടിക്കൊരു വീതവും ഇയാൾക്കൊരു വീതവും പോക്കറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇതിനെതിരെ എന്തുകൊണ്ടാണ് സർക്കാർ നടപടിയെടുക്കാത്തത്? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. പാർട്ടി എന്ന് പറയുന്ന യൂണിയന്റെ ആൾക്കാരെന്ന് യൂണിയനെ പേടിച്ചിരിക്കാനുള്ളതാണോ പാർട്ടി സംവിധാനം? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. സിസ്റ്റത്തിന്റെ വീഴ്ച എന്ന് ഒരു മന്ത്രി പറയുമ്പോൾ ആ മന്ത്രി പരാജയപ്പെടുകയല്ലേ? ആ മന്ത്രി എന്നേ പരാജയമാണ് ജനം തിരിച്ചറിഞ്ഞതാണ്. ഈ മന്ത്രി പരാജയമാണ് എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞു. ശരി ആവട്ടെ, ഈ സർക്കാരിന് ബോധ്യമല്ലേ ഈ മന്ത്രി പരാജയമാണ്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഇതിങ്ങനെ മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഡോക്ടർ വീണ ജോർജിനെ മാറ്റാതിരിക്കുന്നത് വോട്ട് ബാങ്കിന്റെ ഭാഗമായിട്ട് അവരുടെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ആശുപത്രി ഉപകരണങ്ങളുടെ കാര്യം നമ്മൾ കേട്ടുള്ള നമ്മുടെ കേട്ടറിവെന്ന് പറയുന്നത് ഇവരുടെ ഹസ്ബൻഡിനെയാണ് ഈ പറയുന്ന രീതിയിൽ ആശുപത്രിയുടെ എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളുടെ ഡീലിനും മറ്റും കാണാൻ ആൾക്കാരെത്തുന്നത്. ഇവരുടെ ഹസ്ബൻഡിനെ ഒരു മന്ത്രിയുടെ ഭർത്താവിന് എന്ത് കാര്യമാണുള്ളത്? ഇവരുടെ ഔദ്യോഗിക കാര്യങ്ങൾ കൈകടത്താൻ അയാളാര് ഹൂ ഈസ് ഹി എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ അയാളാര്? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറയുന്ന രീതിയിൽ സിസ്റ്റത്തിൻ്റെ വീഴ്ച എന്ന് പറയുകയും നമുക്കറിയോ ആദ്യം ഉണ്ടായിരുന്ന ആശുപത്രി അധികൃതരുടെ ഭാഷ്യം എങ്ങനെയായിരുന്നു? അവരെങ്ങനെ ഈ മനുഷ്യനെ ഈ ഡോക്ടറെ DMO എങ്ങനെയാണ് പറഞ്ഞത്? മൂക്കിലെ പൂട പറിച്ചളയുമ്പോൾ പറിച്ചളയുന്നല്ലേ പറഞ്ഞത്? എന്തുകൊണ്ട് പറിച്ചളയുന്നില്ല? സമൂഹം തിരിഞ്ഞതുകൊണ്ടല്ലേ? സമൂഹം ഇവർ തിരിഞ്ഞതുകൊണ്ടല്ലേ? ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങൾ അലർട്ടായതുകൊണ്ടല്ലേ? അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഈ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് മുതൽ അവിടുത്തെ ക്യാൻറ്റീൻ നടത്തിപ്പ് വരെ ഈ ആശുപത്രി സംരക്ഷണ സമിതിയിലെ കുറേ ജീവനക്കാരും ഇപ്പോൾ നമ്മളിവിടെ ഈ സംസാരിച്ച രീതിയിലുള്ള യൂണിയൻ നേതാക്കളുമാണ് ഈ പറയുന്ന ആരോഗ്യ മേഖല ഭരിച്ചു കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയെ ഭരിച്ച് മുടിച്ച് കാര്യം മന്ത്രിയെപ്പോലും ഹൈജാക്കി വെച്ചിട്ടുണ്ട്. മന്ത്രിക്ക് എന്ത് വോയിസ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. മന്ത്രിക്ക് എന്തോ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം വിട്ടോളാം. വീണ ജോർജിന്റെ കാര്യം പറയുമ്പോഴേ മന്ത്രി വീണ ജോർജിന് വെറുതെ ഒരു പദവി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വോട്ട് കിട്ടാൻ വേണ്ടി അവിടെ പത്തനംതിട്ടയിൽ ജയിക്കാനൊരു സീറ്റ്, അതിനൊരു സീറ്റ് അവിടെ ഓഫർ ചെയ്തു. ആ സീറ്റ് CPM പറഞ്ഞ വാക്ക് പാലിച്ചു. തീർച്ചയായിട്ടും ഈ ഭരണം വരെ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിമുട്ടിയൊക്കെ അങ്ങ് കൊണ്ടുപോകണം. കാരണം ഇതിനു മുമ്പ് ഇവരെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ബാധിക്കും. ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള മതസംഘടനകളുടെ സാമുദായിക സംഘടനകളുടെ പിന്നാലെ വോട്ടിന് ഇരന്നു പോകുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ഗതികേട് ഈ പാർട്ടികൾക്ക് തന്നെ. ഇത് കോൺഗ്രസ് ആയിക്കോട്ടെ CPM ആയിക്കോട്ടെ, ഇത് വരുന്നത് ഇതുകൊണ്ടാണല്ലോ. ഈ പാർട്ടി സംവിധാനത്തിൽ ഇവരെ മാറ്റാൻ കഴിയാനുള്ള ഒരു തൻ്റെ ഇടം ഇവർക്കുണ്ടെങ്കിൽ, പാർട്ടിക്കുണ്ടെങ്കിൽ, ഭരണ സംവിധാനത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂണിയൻകാരെയും നിലയ്ക്ക് നിർത്താൻ കഴിയും. അത് ഞാൻ ഈ പറയുന്നത് ഒരു പാർട്ടിയെ മാത്രമല്ല, ഏത് പാർട്ടി ആയാലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷെ ഇതൊന്നും തന്നെ ചെയ്യാതെ ഇത്തരത്തിൽ ഭരിച്ച് മുടിച്ചിട്ട് പോവുക എന്ന് പറയാൻ ഒരു ഇടതുപക്ഷ സർക്കാരാണ്. അവിടെയാണ് ചോദ്യം വരുന്നത്. വേറെ ഏതെങ്കിലും ഒരു സർക്കാർ ആയിരുന്നെങ്കിൽ ഇത്രയും ആക്ഷേപം കേട്ടാലും ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷേ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലാണെന്ന് ഇവർ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജനഹൃദയങ്ങളിലാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജനങ്ങൾക്ക് ഇത്രയും ആരോഗ്യരംഗത്ത് ഇത്രയും വലിയ വീഴ്ച വരുത്തുക എന്ന് പറയുന്നത് പൊറുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ല, അതിൽ ഈ പറയുന്ന ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ്. ഈ വ്യവസ്ഥയൊന്നും പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല. ഇവർ ഈ പറയുന്ന ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ച് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഇവരെ പിന്നെ ട്രേഡ് യൂണിയനുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ചോദിച്ചില്ലേ, അതൊക്കെ നടപ്പ് വ്യവസ്ഥകളാണ്. ഒരു നടപ്പ് വ്യവസ്ഥ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അതിന് ഏത് സർക്കാർ വന്നാലും ആ നടപ്പ് വ്യവസ്ഥ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. കാര്യം യൂണിയനുകളുടെ ഹൈജാക്കിലാണ് ഇവിടെ KSRTC, ഇലക്ട്രിസിറ്റി ബോർഡ്, പിന്നീട് വേറെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എല്ലാം തന്നെ പൊതുമരാമത്ത് വകുപ്പുകളൊക്കെ തന്നെ യൂണിയനുകളുടെ കയ്യിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അല്പം മാറ്റം ഇപ്പോൾ KSRTCക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുറിവുറുപ്പ് അവർക്കെല്ലാം തന്നെയുണ്ട്. കാര്യം ഞാനൊരു KSRTC ജീവനക്കാരൻ്റെ മകനാണ്. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പെൻഷൻ കിട്ടാതെ മരിക്കുന്നതിന് മുമ്പ് എത്രയെങ്കിലും നാളെ അദ്ദേഹം നടന്നായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഈ വ്യവസ്ഥയ്ക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ആശുപത്രി സംരക്ഷണ സമിതി എന്ത് ചെയ്യുകയായിരുന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. സിസ്റ്റത്തിന് വീഴ്ച എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥ പ്രമുഖരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ, ഡോക്ടർമാരെ അല്ലെങ്കിൽ അതിന് നിയമിക്കപ്പെട്ടവരുടെ റിപ്പോർട്ട് തേടാൻ ബഹുമാനപ്പെട്ട മന്ത്രി പോകുമ്പോൾ ഈ ആശുപത്രി സംരക്ഷണ സമിതി പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏരിയ കമ്മിറ്റി കൈയടക്കി വെച്ചിരിക്കുന്നവർ എന്തുകൊണ്ട് അറിയിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചില്ല? എന്തുകൊണ്ട് അവർ ഈ കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞില്ല? ആ കാര്യമാണ് മന്ത്രി അവരുടെ പാർട്ടി തലത്തിൽ റിപ്പോർട്ട് തേടേണ്ടത് എന്നാണ് ഒരു തിരുവനന്തപുരത്തുകാരൻ എന്ന രീതിയിൽ എനിക്ക് അവിടുത്തെ വ്യവസ്ഥകൾ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്.